കോട്ടയം ICDS പാമ്പാടി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ അംഗനവാടി ജീവനക്കാരുടെ പ്രതിഷേധം. ഓണറേറിയം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പ്രതിഷേധത്തെ തുടർന്ന് ഒരു ഗഡു പണം അനുവദിച്ചു. പാമ്പാടി ബ്ലോക്കിന് കീഴിൽ 192 അംഗൻവാടികളിലായി 364 ജീവനക്കാരാണ് ജോലി നോക്കുന്നത്. ഇവരുടെ ഹോണറേറിയമാണ് മുടങ്ങിയത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു അംഗൻവാടി ജീവനക്കാരുടെ സമരം. ഞങ്ങളുടെ സാലറി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഇവർ തരുന്നില്ല, സമയത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരാതി. ഞങ്ങൾക്ക് തരേണ്ട ഒരു 9 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അത് അവർ ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ട്. അതും തരുന്നില്ല. ഇത് ചോദിക്കുന്നവരെ അവർ ടാർഗറ്റ് ചെയ്ത് നമ്മളെ ഉപദ്രവിക്കുകയാണ്. പിന്നെ സെൻട്രി വരുന്നു, നമുക്കില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല, മാനസിക പീഡനമാണ്. വളരെ മോശമായ രീതിയിലാണ് മേലധികാരികൾ ഞങ്ങളോട് പെരുമാറുന്നത്. 3 ഗഡുക്കളായിട്ടാണ് ഇവർക്ക് ശമ്പളം നൽകുന്നത്. എന്നാൽ പ്രതിഷേധത്തിന് പിന്നാലെ ഒരു ഗഡു നൽകുകയായിരുന്നു. ഞങ്ങളുടെ ഓഫീസേഴ്സിനൊക്കെ കറക്റ്റായിട്ട് ശമ്പളം കയറും. പക്ഷേ ഞങ്ങൾക്ക് മാസാവസാനം 29-30 ഒക്കെ ആകുമ്പോഴാണ് ആ മാസത്തെ ശമ്പളം കയറുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. സാധാരണക്കാരായ ആളുകളാണ് കൂടുതലും. അവരുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശമ്പളം കൃത്യമായിട്ട്, ഓണറേറിയം കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരു ഗഡു പോലും നൽകിയില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. എന്നെ സംബന്ധിച്ച് ഞാനാണ് ഇപ്പം ഞങ്ങളുടെ കുടുംബം നടത്തിക്കൊണ്ട് പോരുന്നൊരു ഇതില്ല. എൻ്റെ ഭർത്താവിനും വയ്യാതായതുകൊണ്ട്. പക്ഷേ അപ്പോൾ ഈ ഒരു സംഭവം നമുക്കൊരു 5-ാം തീയതിക്ക് മുമ്പായിട്ട് നമുക്ക് ഇവർ പൈസ ഇടുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് നാക്കി തന്നാൽ മാത്രം ഞങ്ങൾക്ക് മതി. മറ്റ് ബ്ലോക്കുകളിൽ തുക ലഭിച്ചിട്ടും തങ്ങൾക്ക് പണം ലഭിച്ചില്ലെന്നാണ് പാമ്പാടി ബ്ലോക്ക് ഓഫീസിന് കീഴിലെ ജീവനക്കാരുടെ പരാതി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം. അതേസമയം മഴ മൂലമാണ് നടപടിക്രമങ്ങൾ വൈകിയതെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. സാംജിത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.